മാളുവിൻ്റെ പേര് ഡിസ്പ്ലേയിൽ കണ്ട ഗൗതം ചിരിയോടെ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം തൻ്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടു. ഒരു നിമിഷം പകച്ചുപോയെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ കാർ വെട്ടിച്ചു മാറ്റി. അമിത വേഗതയിൽ വന്ന ആ ലോറി തൊട്ടില്ല എന്ന മട്ടിൽ കടന്നുപോയി. ഗൗതം ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ശ്വാസം അന്ന് വലിച്ചു വിട്ടു. പക്ഷെ അധിക നേരം ആ ശ്വാസം നീണ്ടു നിന്നില്ല. തൻ്റെ കാറിനെ കടന്നുപോയ ആ ലോറി റിവേഴ്സ് ഇട്ട് തിരിക്കാൻ ശ്രമിക്കുന്നത് അവൻ മിററിൽ കൂടി കണ്ടു. ദർശൻ്റെ മുഖമാണ് ആദ്യം അവൻ്റെ മനസ്സിലേക്ക് എത്തിയത്. പിന്നെ ഒന്നും ആലോചിക്കാതെ കാർ വേഗത്തിൽ ഓടിച്ചു അവൻ. എങ്ങനെയൊക്കെയോ ദിശ മാറ്റി ഓടിച്ചിട്ടും ലോറി തൻ്റെ വാഹനത്തെ വിടാതെ പിന്തുടരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അധികം താമസം ഇല്ലാതെ അത് ഇടിക്കും എന്നവന് ഉറപ്പായി. മറ്റു വാഹനങ്ങൾ മുമ്പിൽ കൂടി വരുമ്പോൾ മാത്രം ലോറി വേഗത അല്പം കുറക്കും. തനിക്കായി ഒരുക്കിയ കെണിയാണെന്ന് അവന് മനസ്സിലായി. രക്ഷപ്പെടാനായി ഒരേ ഒരു വഴിയുള്ളൂ മുമ്പിൽ. ഒരു 100 മീറ്റർ മാറി ചെറിയ വാഹനങ്ങൾ മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു കട്ട് റോഡുണ്ട്. ഗൗതം കാറിൻ്റെ സ്പീഡ് ഒന്നുകൂടി കൂട്ടി. കട്ട് റോഡ് എത്തിയതും പെട്ടെന്ന് വെട്ടിച്ചുള്ളിലേക്ക് കയറ്റി. ചെറുതായി കയ്യിൽ നിന്നും പാളാൻ തുടങ്ങി. എങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് അവൻ അകത്തേക്ക് കയറാൻ പറ്റി. അവൻ ആശ്വാസത്തോടെ സ്റ്റിയറിങ്ങിൽ തലവെച്ചു കിടന്നു. അധികം വാഹനങ്ങൾ പോകാത്ത വഴിയാണ്. അതുകൊണ്ട് തന്നെ റോഡിന് വീതി കൂടിയിരുന്നില്ല. ഏറെ നേരം കൊണ്ട് വിളിച്ചിട്ടും ഗൗതം ഫോൺ എടുക്കാത്തതോടെ മാളുവിന് പേടിയായി തുടങ്ങി. ഒരു 15 തവണ എങ്കിലും വിളിച്ചു കാണും. ബെൽ പോകുന്നതല്ലാതെ എടുക്കുന്നില്ല. ഗൗതമിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ഉത്കണ്ഠ അവളിൽ നിറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ബീനാമ്മയെ വിളിച്ചാലോ? വേണ്ട, അമ്മയും കൂടി ടെൻഷനാകും. എന്താ ഇപ്പോൾ ചെയ്യുക? ഒന്നുകൂടി വിളിച്ചു നോക്കാം. എന്നിട്ടും എടുത്തിട്ടില്ലെങ്കിൽ നന്ദേട്ടനെ വിളിക്കാം. അവൾ വീണ്ടും ഗൗതമിനെ വിളിച്ചു. ഫോൺ ചെവിയോട് ചേർക്കുമ്പോൾ കൈ വിറക്കുന്നുണ്ടായിരുന്നു അവളുടെ. നന്ദനെ വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞിട്ട് ഫോൺ വെച്ചപ്പോഴാണ് മാളുവിൻ്റെ കോൾ വീണ്ടും വന്നത്. അവൻ പെട്ടെന്ന് തന്നെ എടുത്തു. മറുവശത്തു നിന്നും മറുപടി ഒന്നും കേട്ടില്ല. പക്ഷേ എത്ര അടുക്കി പിടിച്ചിട്ടും അവളിൽ നിന്ന് ഒരേങ്ങൽ പുറത്തേക്ക് വന്നു. നീ കരയുവാണോ? അവൻ പെട്ടെന്ന് ചോദിച്ചു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൻ അറിയാമായിരുന്നു അവളുടെ അവസ്ഥ. ഡി പെണ്ണെ, നീ ഇങ്ങനെ കരയാതെ. ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു. മീറ്റിങ്ങിലായതുകൊണ്ട് ഫോൺ സൈലൻറ്റിൽ കിടന്നറിഞ്ഞില്ല. അവൻ പറഞ്ഞെങ്കിലും തിരിച്ചൊന്നും പറഞ്ഞില്ല. കാൾ കട്ട് ചെയ്യുന്ന ശബ്ദം ആണ് പിന്നെ കേട്ടത്. തിരിച്ചു വിളിച്ചപ്പോഴേക്ക് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. അവളുടെ വിഷമം മനസ്സിലായെങ്കിലും ഇപ്പോൾ ചെന്ന് സമാധാനിപ്പിക്കാൻ നിന്നാൽ ശരിയാകില്ല എന്നവന് തോന്നി. മാഡം കലിപ്പിലാണെന്ന് തോന്നുന്നു. നാളെ നേരിട്ട് ചെന്ന് പിണക്കം മാറ്റാം, അവൻ ഫോണിൽ നോക്കി പറഞ്ഞു. കാർ സ്റ്റേഷനിലേക്ക് ഓടിക്കുമ്പോൾ ഗൗതമിൻ്റെ ചുണ്ടിലൊരു ചിരി ഉണ്ടായിരുന്നു. നിന്റെ കുഴി നീ തന്നെ തോണ്ടിയല്ലോ ദർശ. ബാറിൽ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു ദർശൻ. രാത്രി വൈകിയതിനാൽ അധികം ആരും ഇല്ല. ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ എടുത്തു. എന്തായി, പരലോകത്തേക്ക് അയച്ചോ അവനെ? പക്ഷേ പിന്നീട് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവന് സമനില നഷ്ടപ്പെടും പോലെ തോന്നി. ഇഡേറ്റ്, നിന്നോട് ആരാ ഫോളോ ചെയ്തു പോകാൻ പറഞ്ഞത്? ഒരു സംശയം തോന്നാത്തൊരു ആക്സിഡൻ്റ് അല്ല ഞാൻ പറഞ്ഞത്. മെയിൻ റോഡിൽ കൂടെ അവൻ ഫോളോ ചെയ്ത് പോയേക്കുന്നു. ദർശൻ ദേഷ്യത്തോടെ അലറി. സോറി സാർ കൊല്ലണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ. മറുവശത്തു നിന്ന് ലോറി ഡ്രൈവർ പേടിയോടെ പറഞ്ഞു. ദർശൻ ദേഷ്യത്തോടെ കയ്യിൽ ഇരുന്ന ഫോൺ വലിച്ചെറിഞ്ഞു. അത് വന്ന് വീണത് ഗൗതമിൻ്റെ കാലിൽ മുമ്പിൽ ആണ്. ഗൗതം കുനിഞ്ഞു ഫോൺ എടുത്തിട്ട് ഒരു പുച്ഛച്ചിരിയോടെ അവൻ്റെ അരികിലേക്ക് നടന്നു. ഇതൊക്കെ ഇങ്ങനെ എറിഞ്ഞു നശിപ്പിക്കാമോ? നമ്മുടെ തൊണ്ടിമുതൽ അല്ലേ? അവൻ ദർശൻ്റെ അടുത്തു വന്നു നിന്നു. കാർ അപകടത്തിൽ ബിസിനസ്സുകാരൻ ഗൗതം വാസുദേവ് കൊല്ലപ്പെട്ടു. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിരയാക്കിയത്. ഗൗതം വാർത്ത വായിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ ഈ ഹെഡ്ലൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ബിസിനസ്സുകാരൻ ഗൗതം വാസുദേവന് നേരെ വധശ്രമം. കൊട്ടേഷൻ നൽകിയ ദർശൻ കൃഷ്ണയും ലോറി ഡ്രൈവറും കസ്റ്റഡിയിൽ. CCTV ദൃശ്യങ്ങളുടെയും മറ്റു തെളിവുകളുടെയും സാന്നിധ്യത്തിൽ ആണ് അറസ്റ്റ്. ദർശൻ ഞെട്ടി അവരെ നോക്കി. നീ ഞെട്ടണ്ട, പോലീസ് കസ്റ്റഡിയിൽ നിന്നുമാണ് അവൻ നിന്നെ വിളിച്ചത്. ദർശൻ്റെ മുഖത്ത് ഭയം നിറഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ ഭാവം മാറി. ഈ പീറ കേസിൻ്റെ പേരിൽ എന്നെ അങ്ങ് ഒതുക്കാം എന്ന് വിചാരിച്ചോ നീ? ഇതൊക്കെ ദർശന പുല്ല. നീ അധികകാലം അകത്തു കിടക്കണം എന്ന് എനിക്കും ആഗ്രഹമില്ല. പക്ഷേ IPC 307 പ്രകാരം കുറച്ചു കാലം നീ അകത്ത് കിടന്നേ പറ്റൂ. തിരിച്ചിറങ്ങുമ്പോഴേക്ക് എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടിരിക്കും. അഭിമാനം, നിന്റെ കമ്പനി, അങ്ങനെ എല്ലാം. പിന്നെ നിന്റെ വീട്ടുകാരെ ആലോചിച്ച് വിഷമിക്കണ്ട. അവരെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ഇങ്ങനെ ആയത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ. ചതിച്ചു നേടിയതൊന്നും വഴിയില്ലടാ, ഗൗതം പുച്ഛത്തോടെ പറഞ്ഞു. ദർശനു കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അച്ഛനും അമ്മയും. അച്ഛൻ പലവട്ടം വിലക്കിയതാണോ? ഒന്നും കേട്ടില്ല. അങ്ങനെ എൻ്റെ ജീവിതം തകർത്തിട്ട് നീ സന്തോഷത്തോടെ ജീവിക്കണ്ട. അവൻ കയ്യിൽ ഇരുന്ന ബിയർ ബോട്ടിൽ അടിച്ചു പൊട്ടിച്ചിട്ട് ഗൗതമിന് നേരെ ആഞ്ഞു വീശി. പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതിനാൽ ഗൗതമിൻ്റെ കയ്യിൽ ചെറിയ മുറിവേറ്റതേ ഉള്ളൂ. അവൻ വീണ്ടും തിരയുമ്പോഴേക്ക് ഗൗതം അവൻ്റെ പിന്നിലേക്ക് മാറി ചവിട്ടി വീഴ്ത്തി. കുടിച്ചതിനാൽ ദർശന ഗൗതത്തിൻ്റെ എതിർക്കാൻ ആയില്ല. നിലത്തേക്ക് മുട്ടുകുത്തി ഇരുന്ന ഗൗതം അവൻ്റെ കോളറിൽ പിടിച്ചു പൊക്കി. അവൻ കൈ നിലത്ത് കുത്തി എണീക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഇടികൊണ്ട് വീണ്ടും വീണിരുന്നു. നിന്നോട് ഞാൻ ബാംഗ്ലൂരിൽ വെച്ചേ പറഞ്ഞതാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ വരരുതെന്ന്. വീണ്ടും ദർശനെ ഇടിച്ചു കൊണ്ടിരുന്ന ഗൗതത്തിനെ പോലീസ് വന്ന് പിടിച്ചു മാറ്റി. ദർശൻ്റെ ബോധം നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. രാവിലെ മാളു എഴുന്നേറ്റപ്പോൾ വൈകിയിരുന്നു. രാത്രി ശരിക്കും ഉറങ്ങിയതേ ഇല്ല. മുറിക്ക് പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും ടിവിയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു. എല്ലാവരിലും എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. വാർത്ത നോക്കിയവൾ ഒരു നിമിഷം അവിടെ തറഞ്ഞു നിന്നു.
അപ്പോൾ ഇന്നലെ ഇതുകൊണ്ടാണോ ഫോൺ എടുക്കാതിരുന്നത്? അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഗൗതം തലനാരിയൊക്കെ രക്ഷപ്പെട്ടത് വാർത്തയിൽ നിറഞ്ഞു നിന്നു. അവളുടെ തൊട്ടരികിൽ നിന്ന് തന്നെ മനീഷ് നിൽക്കുന്നുണ്ടായിരുന്നു. അവനവളെ നോക്കാൻ ഉള്ള ധൈര്യം വന്നില്ല. ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരുത്തനെയാണല്ലോ താൻ പെങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചതെന്ന് തോന്നി അവന്. തെറ്റുപറ്റിപ്പോയി. മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടതും അവൾ തിരിഞ്ഞു മുറിയിലേക്ക് പോയി. ചെന്ന് നോക്കാതെ തന്നെ വന്നതാരാണെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ഗൗതം അകത്തേക്ക് കയറിയ ഉടനെ മോഹനും ദിവ്യയും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ മോനു നിനക്ക്? അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു ഞങ്ങൾ. എൻ്റെ അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. കണ്ടില്ലേ, കൂട്ടുകാരി രാവിലെ അവിടെ ഒരു കരച്ചിൽ കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വിട്ടത്. ഇനി അമ്മയും കൂടി തുടങ്ങല്ലേ, അവൻ ചിരിയോടെ പറഞ്ഞു. ദിവ്യ അത് കേട്ട് കണ്ണുകൾ തുടച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇതിനിടയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മനീഷ് റൂമിലേക്ക് പോയിരുന്നു. ഗൗതമിനെ അഭിമുഖീകരിക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. മുമ്പ് അവനോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഗൗതം കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതുന്നത് കണ്ടപ്പോൾ ദിവ്യക്ക് ചിരി വന്നു. ഇവിടെ ഉണ്ടായിരുന്നു ആള്. നീ വന്നു എന്ന് അറിഞ്ഞിട്ടാക്കണം റൂമിലേക്ക് പോയിട്ടുണ്ട്. അവൻ മനസ്സിലായല്ലേ എന്നുള്ള ഭാവത്തെ ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് അവളുടെ റൂമിലേക്ക് നടന്നു. വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ജനൽക്കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്. അടുത്ത് ചെന്ന് മുരടനക്കി നോക്കി. അവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തോളിൽ കൈവച്ച് തിരിച്ചു നിർത്താൻ തുടങ്ങി. പക്ഷെ അതിനു മുമ്പേ അവൾ തിരിഞ്ഞു അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. ഒരു വേള അവൻ സ്തംഭിച്ചു നിന്നുപോയി. അവളുടെ കണ്ണുനീർ വീണ് നെഞ്ചിൽ നനഞ്ഞപ്പോഴാണ് ഇപ്പോഴും അവൾ നെഞ്ചിൽ ചാരി കരയുകയാണെന്ന് അവൻ അറിഞ്ഞത്. ഡീ പെണ്ണെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അതിനേക്കൊന്നും പറ്റിയില്ലല്ലോ. അവൻ മെല്ലെ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി. അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അയ്യേ, അതിനാണ് ഈ കുഞ്ഞു പിള്ളേരെ പോലെ കരയുന്നത്? കഷ്ടം. അവളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി അവൻ പലതും പറഞ്ഞെങ്കിലും കരച്ചിലിനൊരു കുറവും ഉണ്ടായില്ല. മനസ്സിലെ വിഷമങ്ങൾ അവൾ കരഞ്ഞു തീർക്കട്ടെ എന്നവൾ വിചാരിച്ചു. പക്ഷെ അവൾ ആവശ്യത്തിൽ കൂടുതൽ കരഞ്ഞെന്ന് തോന്നിയപ്പോൾ അവൻ തൻ്റെ സ്ഥിരം അടവായ ദേഷ്യം തന്നെ പുറത്തെടുക്കാൻ തീരുമാനിച്ചു. ഡീ പെണ്ണെ, നീ കരച്ചിൽ നിർത്തുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നേ, അവൻ പരമാവധി ദേഷ്യം ശബ്ദത്തിൽ വരുത്തി പറഞ്ഞു. ദേഷ്യത്തോടെ കണ്ണു കുറിപ്പിച്ച് തന്നെ നോക്കുന്ന അവളെ കണ്ടതും അവന് ചിരി വന്നു. മുഖമാകെ ചുമന്നിരിപ്പുണ്ട്. കരഞ്ഞു അവളുടെ രൂപം കണ്ട് നെഞ്ചിൽ ഒരു നീറ്റൽ ഉണ്ടായെങ്കിലും അത് പുറത്ത് കാണിച്ചാൽ വീണ്ടും കരയാൻ തുടങ്ങും ഉറപ്പായിരുന്നു. എന്താടി ഉണ്ടക്കണേ, നീ നോക്കി പേടിപ്പിക്കുന്നേ? മുഖം ഒക്കെ വീർത്ത് ഇപ്പോൾ പൊട്ടുമല്ലോ. അവളുടെ കവിളിൽ വിരൽ കൊണ്ട് കുത്തിക്കൊണ്ടവൻ പറഞ്ഞു. മാള് പെട്ടെന്ന് അവൻ്റെ കൈ തട്ടി മാറ്റിപ്പോ. എന്നെ ആരും തൊടണ്ട, പിണങ്ങിക്കൊണ്ടവൾ പറഞ്ഞു. ആ മറുപടി കേട്ടതും ഗൗതം നിന്ന് ചിരിക്കാൻ തുടങ്ങി. ഇത്രയും നേരം പിന്നെ എന്നെ തൊടാതെയാണല്ലോ ചിലരൊക്കെ നിന്നത്. ചിരിക്കടയിൽ അവൻ പറഞ്ഞു. അപ്പോഴാണ് താൻ ഇത്രയും നേരം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചും ആൾ ഓർത്തത്. അവളുടെ മുഖത്ത് ചമ്മലവും നാളവും കലർന്ന ഭാവം വീരുന്നത് ഗൗതം കൗതുകത്തോടെ നോക്കി നിന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ മുഖത്ത് വീണ്ടും പരിഭവം നിറഞ്ഞു. എന്നാലും എന്നോട് കള്ളം പറഞ്ഞില്ലേ ഇന്നലെ? എത്ര തവണ വിളിച്ചു ഞാൻ? പരിഭവം കലർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. സത്യം പറഞ്ഞിരുന്നു എങ്കിൽ നീ എന്ത് ചെയ്തേനെ? അവൻ്റെ ആ ചോദ്യത്തിന് അവൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. മറുപടി പറയാതെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന അവളെ കണ്ടു ചിരിയോടെ അവൻ രാത്രി തന്നെ ബാക്കി പറഞ്ഞു. രാത്രി മുഴുവൻ ഇടയിരുന്ന് പേടിച്ചു കരഞ്ഞേനെ. അല്ലെങ്കിൽ അപ്പോൾ തന്നെ എന്നെ കാണും എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഇവിടെയുള്ളവരെ മുഴുവൻ വിളർച്ചെത്തിയേനെ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇപ്പോൾ മനസ്സിലായോടി പൊട്ടി? അവളുടെ തലയിൽ കൊട്ടുകൊടുത്തവൻ പറഞ്ഞു. തലയും തിരുമ്മിക്കൊണ്ട് ചുമന്ന് കലങ്ങിയ മെഴുകളാൽ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് പാവം തോന്നി. ഡി, നീ ഇങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ല. എൻ്റെ പിറകെ ലോറി വന്നു. ഞാൻ പെട്ടെന്ന് ആ കട്ടോടിലേക്ക് കയറ്റി രക്ഷപ്പെട്ടു. ഇത്രേ ഉണ്ടായുള്ളൂ. ചാനലുകാരുടെ കയ്യിൽ ഒരു വിഷയം കിട്ടിയാൽ അതെങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമെന്ന് നിനക്കറിയാലോ. അവളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി അവൻ പറഞ്ഞു. എന്നാൽ ചെന്ന് മുഖമൊക്കെ കേയൊന്ന് കുളിക്ക്. ഇപ്പോൾ കണ്ടാൽ ഒരുമാതിരി കണ്ണീർ സീരിയലിലെ നായികയെ പോലെ ഉണ്ട്. ഈ ഭാവം നിനക്ക് ചേരുന്നില്ല. കവളയിൽ അപ്പോഴും വശിച്ചിരിക്കുന്ന മേനീർ തുറച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ ഇറങ്ങുക. ഓഫീസിലെത്താൻ സമയം ആയി. രാവിലെ തന്നെ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്. പോകുന്നതിന് മുമ്പായി അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്തവനൊരു നിമിഷം നിന്നു. അവൾ കണ്ണുകൾ അടച്ച് ചുംബനം ഏറ്റുവാങ്ങി. ഗൗതം താഴെ എത്തിയപ്പോഴേക്ക് ദിവ്യ തിടുക്കത്തിൽ നടന്ന് അടുത്തെത്തിയിരുന്നു. വേണ്ടമ്മേ, ഞാൻ കഴിച്ചിട്ടാ ഇറങ്ങിയത്. രാവിലെ ഒരു കോൺഫറൻസ് ഉണ്ട്. അതാ പെട്ടെന്ന് ഇറങ്ങുന്നത്. അച്ഛനോട് ഞാൻ പോയെന്ന് പറഞ്ഞേരെ കേട്ടോ. അവൻ തിടുക്കത്തിൽ യാത്ര പറഞ്ഞിറങ്ങി. കുറച്ചു നേരം കൂടി അവൻ പോയ വഴിയിൽ നോക്കി നിന്ന ശേഷം അവൾ നെറ്റിയിൽ വിരൽ ചേർത്തു. ഇപ്പോഴും ഒരു തണുപ്പ് അവിടെ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. അവൾ പെട്ടെന്ന് പുറത്തേക്കോടി. ഒന്ന് പറഞ്ഞിട്ടൊക്കെ ഉമ്മ വെച്ചൂടെ? എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നതാ? ഇതിപ്പോൾ ആ ഫീൽ അങ്ങോട്ട് കിട്ടിയില്ലല്ലോ എൻ്റെ കൃഷ്ണ. ഒരെണ്ണം കൂടി ചോദിച്ചു നോക്കാം. ഉമ്മറത്തെത്തിയപ്പോഴേക്കും ഗൗതമിൻ്റെ കാർ ഗേറ്റ് കടന്നു പോയിരുന്നു. അവൾ നിരാശയോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നു. പിന്നെ ചുണ്ടിലൊരു ചിരി വിടർന്നു. അപ്പോൾ വിശ്വാമിത്രൻ്റെ തപസ്സിളകിയല്ലേ? എന്നാലും കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും ഇത്രയും മാറുമോ? വെറുതെ പിറകെ നടന്ന് വർഷങ്ങൾ കളഞ്ഞു. പണ്ടേ കല്യാണം ഉറപ്പിച്ചാൽ മതിയായിരുന്നു. ഗൗതമിൻ്റെ മാറ്റം കല്യാണം ഉറപ്പിച്ചതിനാലാണ് എന്നുള്ള ധാരണ അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. സമയം കടന്നു പോകുന്നത് കണ്ണു ചിമ്മുന്ന വേഗതയിലാണെന്ന് തോന്നി മാളുവിന്. എത്ര പെട്ടെന്നാണ് ഒരാഴ്ച കടന്നു പോയത്. അവൻ്റെ പേരിൽ മൈലാഞ്ചണിഞ്ഞ കൈകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സ്വപ്നം ആണോ എന്ന് പോലും സംശയിച്ചു പോകും. ഒരിക്കലും നടക്കില്ല എന്ന് തോന്നിപ്പിച്ച വർഷങ്ങളായി കാത്തിരുന്ന ഒരു സ്വപ്നം ബന്ധുക്കളുടെ ഇടയിൽ തിരക്ക് പിടിച്ചു ഓടി
നടക്കുന്ന അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ നെഞ്ചിലൊരു വിഷം നിറയുന്നു. നാളെ മുതൽ മറ്റൊരു വീട്ടിലേക്ക്. ഇതുവരെ അച്ഛനെയും അമ്മയെയും കാണാതെ ഒരാഴ്ചയിൽ കൂടുതൽ നിന്നിട്ടില്ല. നാളെ മുതൽ അതെല്ലാം മാറുകയാണ് എന്നുള്ള സത്യം അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. രാത്രി അമ്മ തന്നെ വാരിത്തരണം എന്നവൾ വാരിച്ചു പിടിച്ചു. വാരിക്കൊടുക്കുമ്പോൾ ദിവ്യയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. നാളെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണ. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ അമ്മ വാരിത്തരിക? എനിക്ക് പോകണ്ടമ്മേ, ഇവിടെ നിന്നാൽ മതി. നിങ്ങളെയൊക്കെ കാണാതെ എനിക്ക് പറ്റില്ല. കരച്ചിൽ കാരണം വാക്കുകൾ പലപ്പോഴും മുറിഞ്ഞു പോയിരുന്നു. അവളെ ചേർത്ത് പിടിക്കുമ്പോൾ നിറഞ്ഞു വന്ന കണ്ണുകളെ ശാസനയോടെ അവർ തടഞ്ഞു നിർത്തി. താനും കൂടി കരഞ്ഞാൽ പിന്നെ അത് മതി. അവർക്കൊന്ന് നല്ലോണം അറിയാമായിരുന്നു. ദേ പെണ്ണെ, ഒരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ഇത്രയും വർഷം പുറകെ നടന്നിട്ട് ഒടുവിൽ കല്യാണമായപ്പോൾ വേണ്ടെന്നോ? നിനക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ കല്യാണം വേണം. നിന്നെ ഒന്ന് പറഞ്ഞിട്ടിട്ട് വേണം എൻ്റെ മനുവിനെ എനിക്കൊന്ന് നല്ലോണം സ്നേഹിക്കാൻ. അതും കൊണ്ടാണ് മനുവും അച്ഛനും അങ്ങോട്ട് വന്നത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. മനു അമ്മയുടെ തോളിൽ കൂടി കൈകിട്ട് പറഞ്ഞു. തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന അമ്മയെയും ഏട്ടനെയും കണ്ടതും അവൾക്ക് കുശുമ്പ് കൂടി. എന്താടേ കുശുമ്പി നോക്കുന്നേ? മനു അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ച്. ഇനി ഞാനും എൻ്റെ അമ്മയും കൂടി ഇവിടെ അടിച്ചു പൊളിക്കാൻ പോവാ. അവൾ ചിണുങ്ങിക്കൊണ്ട് ഇതൊക്കെ കേട്ട് ചിരിയോടെ നിൽക്കുന്ന മോഹൻ്റെ അടുത്തേക്ക് ചെന്നു. കണ്ടോ അച്ഛ പറയുന്നത്? അച്ചക്ക് ഞാനല്ലേ വലുത്? അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചു. ആണല്ലോ, അച്ചക്ക് അച്ചയുടെ കുഞ്ഞിപ്പെണ്ണ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ഇല്ലട്ടോ, ഉറക്കം വരുന്നില്ല, അവൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു. മനു കട്ടിൽ അവളുടെ അടുത്ത് വന്നിരുന്നു. കുറച്ചു നേരത്തേക്ക് അവൻ ഒന്നും മിണ്ടിയില്ല. മോൾക്ക് ഏട്ടനോട് ദേഷ്യം കാണും എന്നറിയാം. ഒരുപാട് വിഷമിപ്പിച്ചു ഏട്ടൻ. അവൾ നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. എങ്കിലും അവൻ തുടർന്നു. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഗൗതമിനെ നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. എന്നോടുള്ള അവൻ്റെ ദേഷ്യം എത്ര പെട്ടെന്നൊന്നും മാറില്ല. എനിക്കറിയാമായിരുന്നു. എന്നോടുള്ള വിരോധം അവൻ നിന്നിൽ തീർത്താൽ അത് ഏട്ടൻ സഹിക്കാൻ കഴിയില്ല. ദച്ചു എന്നോട് പണ്ട് മുതലേ നിൻ്റെയും ദർശൻ്റെയും കാര്യം പറയുമായിരുന്നു. ഒടുവിൽ ദർശനും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഗൗതത്തേക്കാൾ നിനക്ക് ചെറുക ദർശൻ ആണെന്ന് തോന്നി. പക്ഷേ ഏട്ടൻ്റെ ധാരണകളെല്ലാം തെറ്റായിരുന്നു. അവൻ ഒന്ന് ഇടപെട്ട് പറഞ്ഞു. എന്താ ഏട്ടാ ഇത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി ആത്മഹത്യം, സെൻറ്റി അടിക്കലും മാപ്പറച്ചിലും ഒന്നും വേണ്ടാട്ടോ. അവൾ മനുവിൻ്റെ തോളിൽ കൈയിട്ട് പറഞ്ഞു. മനു ഒന്ന് ചിരിച്ചു. അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മാളോ. തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ പഴയ രീതിയിലുള്ള അടുപ്പം ഇനി ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഏട്ടനല്ല, എല്ലാ കാര്യത്തിനും മോളുടെ കൂടെ കാണും കേട്ടോ. മനു പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണവലെടുത്ത് അവളുടെ കയ്യിൽ ഇട്ടു. ഇത് ഏട്ടൻ്റെ മാളവിന്, ഏട്ടൻ്റെ വക. അന്ന് രാത്രി ഏറെ നാളുകൾക്ക് ശേഷം ഏട്ടൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് ഉറങ്ങുമ്പോൾ പഴയ ഏട്ടനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു.